ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിലൂടെയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സ്നേഹമുള്ളവരെ, ക്രിസ്മസിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതേ ക്രിസ്മസിൻ്റെ സന്തോഷവും ആനന്ദവും രക്ഷയും അനുഭവിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കാൻ സാധിക്കും. അതാണ് ആ വാഗ്ദാനം. ഒരുപക്ഷെ ഈ കാലഘട്ടം, ഇപ്പോഴത്തെ ഈ മാസങ്ങളും ദിവസങ്ങളും എടുത്താൽ ലോകം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ദാഹിക്കുന്നതും സമാധാനത്തിന് വേണ്ടിയാണ്. കാരണം യുദ്ധങ്ങളെ പറ്റിയുള്ള വാർത്തകൾ, മരണം, അനേകർ മരിച്ചു വീഴുന്ന, കരളലിയിക്കുന്ന കാഴ്ചകൾ, എന്തുമാത്രം ദുരന്തങ്ങളും ദുരിതങ്ങളും ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഒരു വശത്ത്, മറുവശത്ത് ഇസ്രായേലും ഹമാസും പാലസ്തീനുമായിട്ടുള്ള യുദ്ധം വേറൊരു വശത്ത്. ഇത് കൂടാതെ മറ്റു പല രാജ്യങ്ങളിലും ചെറിയ ചെറിയ ആഭ്യന്തര പ്രശ്നങ്ങളും ആഭ്യന്തരമായ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ലോകത്തിലുണ്ട്. അക്രമ സംഭവങ്ങളും ഒക്കെയുണ്ട്. മനുഷ്യൻ എക്കാലത്തെയുംക്കാൾ കൂടുതൽ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയമാണ്. വാസ്തവത്തിൽ ക്രിസ്മസിലൂടെ അല്ലെങ്കിൽ ക്രിസ്മസ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഡിസംബർ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു വലിയ കാര്യം, ഏറ്റവും വലിയ സമാധാനം ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. ദൈവമാണ് നമ്മുടെ ജീവിതത്തിലേക്കും ഈ ലോകത്തിലേക്കും സമാധാനം നൽകുക. പക്ഷേ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവകൃപയുള്ളവർക്ക് ഈ സമാധാനം ലഭിക്കും. വാസ്തവത്തിൽ ഈ ദൈവത്തിൻ്റെ സമാധാനവുമായിട്ടാണ് സമാധാനത്തിൻ്റെ രാജാവായ യേശു, ഉണ്ണിയേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ രാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ എന്നാണ് വചനത്തിലൂടെ നമ്മോട് ദൈവം സംസാരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. അപ്പോൾ ദൈവം അയക്കുന്ന ദൈവപുത്രനെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്. അവൻ സമാധാനത്തിൻ്റെ രാജാവ്, പ്രിൻസ് ഓഫ് പീസ് എന്ന് വിളിക്കപ്പെടും. സമാധാനത്തിൻ്റെ രാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടും. തുടർന്നുള്ള 7-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവൻ്റെ സമാധാനം അനന്തമായിരിക്കും. അതായത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, തകർന്നു പോകുന്ന ഒരു സമാധാനമല്ല അവനിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അത് നീണ്ടു നിൽക്കുന്ന, നിലനിൽക്കുന്ന സമാധാനമാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ യേശു കൊണ്ടുവന്ന ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമാധാനമാണ്. പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവിടെ ദൈവവും മനുഷ്യരും ഇടയിലുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈശോയുടെ വരവിലൂടെ, മനുഷ്യാവതാരത്തിലൂടെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ദൈവത്തോട് സമാധാനം. പാപത്തിൻ്റെ അടിമത്തത്തിൽ പെട്ടുപോയ മനുഷ്യൻ വീണ്ടും രക്ഷയിലേക്ക്, സമാധാനത്തിലേക്ക് കടന്നു വരുന്നു, ദൈവവുമായിട്ട് സമാധാനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ
1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. വചനം പറയുകയാണ്, ദൈവവുമായിട്ട് സമാധാനത്തിലായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടത് കൊണ്ടാണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നടന്നതാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് ദൈവവുമായിട്ട് നമുക്ക് സമാധാനത്തിലായിരിക്കാം. അതുതന്നെയാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിലൂടെ ദൈവം പറയുന്നത്: അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. എത്രയധികമായിട്ടാണ് സ്നേഹിച്ചത്? അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകരുത് എന്ന ആഗ്രഹത്തോടുകൂടെ തൻ്റെ ഏകജാതനെ തന്നെ നൽകിക്കൊണ്ട് ദൈവം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അതെ, ആ ഏകജാതനിലൂടെയും ആ ഏകജാതൻ്റെ മനുഷ്യാവതാരത്തിലൂടെയും രക്ഷാകര കർമ്മത്തിലൂടെയും ദൈവവുമായിട്ട് സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ മനുഷ്യവർഗത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ സമാധാനമാണ് ഏറ്റവും വലിയ സമാധാനം, നിലനിൽക്കുന്ന സമാധാനം, അനന്തമായി നിൽക്കുന്ന സമാധാനം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ കൊണ്ടുവരുന്നതാണ്. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുകയാണ്: അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ ചിന്തകളെയും ധാരണകളെയും അതിലംഘിക്കുന്ന ഒരു സമാധാനം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഫിലിപ്പിയർ ലേഖനത്തിൽ അപ്രകാരം പൗലോസ് ശ്ലീഹ പറയുന്നത്, നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ ദൈവത്തിന് കൃതജ്ഞത സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകിയ വലിയ കാര്യങ്ങൾക്ക്, ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നതെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള സമാധാനമാണ് ലോകം ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാ ധാരണകളെയും എല്ലാ ചിന്തകളെയും അതിലംഘിക്കുന്ന ഒരു സമാധാനം. സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഈ സമാധാനം ലോകം മുഴുവനും അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന, ദൈവരാജ്യത്തിൽ വിശ്വസിക്കുന്ന, നിത്യജീവനിൽ വിശ്വസിക്കുന്ന ഏതൊരു മകളും മകനും ദൈവത്തോട് ഈ ക്രിസ്മസ് കാലത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്: ദൈവം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സമാധാനം സ്ഥാപിക്കണമേ. സ്നേഹമുള്ളവരെ, നമ്മൾ ആ യുദ്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ യുദ്ധങ്ങളിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകളെക്കുറിച്ച് ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അതേക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ എത്ര ഭയാനകമായ രംഗങ്ങളാണ്, എത്ര ദാരുണമായ രംഗങ്ങളാണ്. എത്രയോ 10,000-കണക്കിന് ആളുകൾ മരിച്ചു കഴിഞ്ഞു. എത്രയോ ആളുകൾക്ക് ഭവനങ്ങളില്ലാതെയാകുന്നു. എത്രയോ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു. എത്രയോ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരില്ലാതാകുന്നു. എത്രയോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരില്ലാതാകുന്നു. എത്രയോ മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾ നഷ്ടപ്പെടുന്നു. സ്നേഹമുള്ളവരെ, സമാധാനം നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയിൽ ഈ ക്രിസ്മസ് കാലത്ത് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ സമാധാനം ഈ ഭൂമി മുഴുവനും നിറയാനാണ്. എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് മാത്രമല്ല, ഈ ലോകം മുഴുവനും ആ ക്രിസ്തുമസിൻ്റെ സമാധാനം, യേശുവിൻ്റെ സമാധാനം, സമാധാനത്തിൻ്റെ രാജാവായ യേശുവിൻ്റെ സമാധാനം കടന്നു വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവർ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ: സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന്. അപ്പോൾ നമ്മുടെ ഒരു ദൗത്യമാണ് ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്.
ഈ ദൈവത്തിൻ്റെ സമാധാനം അത് ഈ ലോകത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന, കൃപ ലഭിച്ചവർക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം അത് മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുവാൻ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 11-ാം തിരുവചനത്തിലൂടെ പൗലോസ് ശ്ലീഹ ഇങ്ങനെയാണ് നമ്മോട് ആവശ്യപ്പെടുക: അവസാനമായി സഹോദരരെ, സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്നേഹമുള്ളവരെ, പൗലോസ് ശ്ലീഹ നമ്മോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തെ നവീകരിക്കുമ്പോൾ, അതായത് ദൈവകൃപ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട കാര്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ദൈവകൃപ എൻ്റെ ജീവിതത്തിലുണ്ടോ? ദൈവകൃപയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ സമാധാനം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? പൗലോസ് ശ്ലീഹ പറയാണ്, ജീവിതത്തെ നവീകരിക്കുമ്പോഴാണ്, ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ മാറ്റം വരുത്താൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ആ സമാധാനത്തിൽ ജീവിക്കുവാൻ സാധിക്കുക. ഈ സമാധാനത്തിൽ നമ്മൾ ജീവിക്കുക മാത്രം പോരാ, ഈ സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് ക്രൈസ്തവരെന്ന നിലയിൽ ഉത്തരവാദിത്വമുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഉണ്ണിയേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല, ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സമാധാനം വന്ന് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സമാധാനമില്ലാതെ ജീവിക്കുന്ന, സമാധാനത്തിന് വേണ്ടി ദാഹിക്കുന്ന, സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന അനേകർ ഈ ഭൂമിയിലുണ്ട്. യുദ്ധക്കെടുതികളിലൂടെയും ഭീകരതകളിലൂടെയും അടിച്ചമർത്തലിലൂടെയൊക്കെ കടന്നു പോകുന്ന, ദാരിദ്ര്യത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന അനേകർക്ക് ഈ യേശുവിൻ്റെ സമാധാനം, ഉണ്ണിയേശുവിൻ്റെ സമാധാനം ലഭിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ സമാധാനം നിറയാൻ. ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലായിടത്തും യേശുവിൻ്റെ സമാധാനം വന്ന് നിറയട്ടെ. തുടർന്നുള്ള ആരാധനയിൽ നമുക്കതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈശോ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള സമാധാനം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനം സ്ഥാപിച്ച് ലോകത്തെ രക്ഷിച്ച വലിയ രക്ഷയുടെ ദിനങ്ങളുടെ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതിന് നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ ഇത്രയധികമായി സ്നേഹിച്ച ദൈവം എന്നെയും നിന്നെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ ലോകത്തെയും സ്നേഹിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് ഈ ദിവ്യകാരുണ്യത്തിൽ, ഈ തിരുവോസ്തിയിൽ നമ്മൾ ദർശിക്കുക. മനുഷ്യനായി അവതരിച്ച ഈശോ പീഡാസഹനങ്ങളിലൂടെയും കുരിശുമരണത്തിലൂടെയും രക്ഷാകരകർമ്മം പൂർത്തിയാക്കി. ആ ഈശോ എപ്പോഴും നമ്മോടൊപ്പം ആയിരിക്കുവാനുള്ള ആഗ്രഹത്താൽ ഈ ദിവ്യകാരുണ്യമായി നമ്മോടൊപ്പമുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവകൃപ ലഭിച്ചവർക്ക് ഭൂമിയിൽ സമാധാനമെന്നാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ പാടിയത്. ക്രിസ്മസ് ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, അതെ, കൃപ നിറഞ്ഞവരായി തീരുക, ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുക, സന്തോഷത്തോടെ ആയിരിക്കുക. ഒരുപക്ഷെ ഈ ലോകം വളരെയധികം സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന സമയമാണ്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ മാരകമായ ഭയാനകമായ യുദ്ധങ്ങൾ നടക്കും. ആയിരക്കണക്കിന് പേർ ഓരോ ദിവസവും മരണത്തിലേക്കും ദുരിതങ്ങളിലേക്കും കടന്നു പോകുന്നു. സമാധാനമില്ലാത്ത ദിവസങ്ങളും രാത്രികളും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് ഈ വർഷത്തെ ഈ കടന്നു പോകുന്ന ദിവസങ്ങൾ. സ്നേഹമുള്ളവർ, ദൈവത്തിൻ്റെ സമാധാനം കടന്നു വരണം. ദൈവത്തിൻ്റെ ആഗ്രഹം ഈ ഭൂമിയിൽ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുവാനാണ്. വചനത്തിൽ മിശിഹായുടെ വരവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ എഴുതി വച്ചു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. അതേ, സമാധാനത്തിൻ്റെ രാജാവാണ്. സ്നേഹമുള്ളവരെ, കർത്താവ് തൻ്റെ മനുഷ്യാവതാരത്തിലൂടെയും തുടർന്നുള്ള ഈശോയുടെ രക്ഷാകർമ്മത്തിലൂടെയും ഈശോ നേടിയെടുത്ത ഈ വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വന്ന് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ ചിന്തകളെയും നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം. ഒരിക്കലും എനിക്ക് സമാധാനത്തോടെ ആയിരിക്കാൻ സാധിക്കുകയില്ല എന്ന ചിന്തകൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഒരിക്കലും എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല എന്നുള്ള ചിന്തകൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഒരിക്കലും ഈ ദേശത്ത് സമാധാനം ഉണ്ടാവുകയില്ല എന്നുള്ള ചിന്തകൾ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. കാരണം വചനം പറയുന്നു, നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന സമാധാനം ദൈവത്തിന് നമുക്ക് തരാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, യേശുവിൽ വിശ്വസിച്ചോ, യേശുവിൻ്റെ സമാധാനം അനുഭവിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും വലിയ ഉത്തരവാദിത്വമാണ് മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നവരായി നമ്മൾ മാറുക. അതോടൊപ്പം നമുക്ക് ലഭിച്ച സമാധാനം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. അത് ഈശോ നമ്മോട് പറഞ്ഞ ദൗത്യമാണ്. നമുക്ക് എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ വലിയൊരു ഇടപെടൽ, സമാധാനത്തിൻ്റെ രാജാവായി കടന്നു വന്ന ഈശോയെ, അങ്ങയുടെ വലിയൊരു ഇടപെടലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ, ഈ ദേശത്തെ, ലോകത്തെ ഒക്കെ അസ്വസ്ഥപ്പെടുത്ത എല്ലാ മേഖലകളും സമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം
നമ്മളിൽ വന്നു നിറയും. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. യേശുവേ, ഇമ്മാനുവേലായ യേശുവേ, ദൈവം നമ്മോട് കൂടെ സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, ഐശ്വര്യം നൽകുന്ന ദൈവം, പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ രാജാവ്, എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ ദേശങ്ങളിലേക്കും ലോകം മുഴുവനിലും വന്ന് നിറയട്ടെ. ഭൂമിയിൽ ഏകനാണെന്നോർക്കേണ്ട നീ, ദുഃഖങ്ങൾ ഓരോന്നോർത്ത് കേഴേണ്ട നീ, സ്നേഹിതനായി സാന്ത്വനമായി ദൈവമെന്നും കൂടെയുണ്ട്. ഭൂമിയിൽ ഏകനാണെന്നോർക്കേണ്ട നീ, ദുഃഖങ്ങൾ ഓരോന്നോർത്ത് കേഴേണ്ട നീ, സ്നേഹിതനായി സാന്ത്വനമായി ദൈവമെന്നും കൂടെയുണ്ട്. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടി, ഇന്നും എന്നും ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടി, ഇന്നും എന്നും ഈശോ നിന്റെ കൂടെ വാഴും. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. യേശുവേ, ദൈവം യേശുവേ, എല്ലാ കുടുംബങ്ങളിലേക്കും കടന്നു വരണമേ. ഇമ്മാനുവേലായ ദൈവമേ, കടന്നു വരണമേ, അഭിഷേകം ചെയ്യണമേ. എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികളിലും എല്ലാ രാജ്യങ്ങളിലും വന്ന് നിറയട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകളും സൗഖ്യത്തിലേക്ക് കടന്നു വരട്ടെ, അഭിഷേകത്തിലേക്ക് കടന്നു വരട്ടെ, വലിയ അനുഗ്രഹത്തിലേക്ക് കടന്നു വരട്ടെ, സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, രോഗസൗഖ്യം ലഭിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ, ആരാധന ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ, ആരാധന ആരാധന ആരാധന. ഭൂമിയിൽ ദൈവത്തിന്റെ കൃപയുള്ളവർക്കാണ് ദൈവത്തിന്റെ സമാധാനം ലഭിക്കുക. ഈ കൃപ നിറയുവാൻ പൗലോസ് ശ്ലീഹ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അതേ സ്നേഹമുള്ളവരെ, കൃപ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിക്കാം, നമ്മുടെ ജീവിതത്തെ നവീകരിക്കാം. കൃപ ചോർന്നു പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മനസ്തപിക്കാം. ദൈവത്തിൻ്റെ ശക്തിയും കൃപയും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വീണ്ടും വന്നു നിറയാൻ നമ്മളെ തന്നെ നമുക്ക് ഈ ദിവസങ്ങൾ നവീകരിക്കാം. നമ്മുടെ കുടുംബത്തെ, സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. സമാധാനം നഷ്ടപ്പെട്ടു പോയ ദേശങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. സമാധാനം നഷ്ടപ്പെട്ടു പോയ ലോകത്തെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.